ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് എൻ്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഥ തുടങ്ങാം. എൻ്റെ 19ാമത്തെ വയസ്സിൽ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിക്ക് കൂട്ടുകിടക്കാൻ പോയി എനിക്കെല്ലാം ഒന്ന് ആസ്വദിക്കാനായി. എനിക്ക് ആ കിട്ടിയ യോഗത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ പേര് റോബിൻ. വീട് പാലക്കാടാണ്. മൊബൈലും ഇന്റർനെറ്റും എല്ലാം പോപ്പുലർ ആകുന്നതിന് മുമ്പുള്ള ഒരു കഥയാണിത്. എന്റെ തൊട്ട അയൽവക്കത്തുള്ള ഷീബ അമ്മാമ്മയുടെയും റോയ് അച്ചായന്റെയും മരുമകളാണ് അലീന. അച്ചായനും ചേട്ടത്തിയും വിദേശത്താണ്. അലീന ചേച്ചിയുടെ കെട്ടിയവനാകട്ടെ ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ പലപ്പോഴും കെട്ടിയവൻ വീട്ടിലുണ്ടാകാറില്ല. ഈ കഥയിൽ അങ്ങേർക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. മകന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അച്ചായനും ചേട്ടത്തിയും വിദേശത്തേക്ക് പോയത്. സത്യം പറഞ്ഞാൽ എന്നെ അവർക്ക് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് അലീന ചേച്ചിക്കും എന്നോട് അതേ സമീപനമാണ്. ഞങ്ങളുടെ വീട്ടിൽ അന്നത്തെ കാലത്ത് ആന്റിനയാണ് ടിവിക്ക് വെച്ചിരുന്നത്. അതുകൊണ്ട് അതിലെല്ലാ ചാനലും കിട്ടത്തില്ലല്ലോ. അലീന ചേച്ചിയുടെ വീട്ടിൽ ഡിഷ് ആന്റിനയാണ്. അതിനകത്താവുമ്പോൾ എല്ലാം കിട്ടുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടേക്ക് പോകാറുണ്ട്. അപ്പോൾ മ്യൂസിക് ചാനലാണ് കൂടുതലും കാണാറുള്ളത്. കാരണം അതിലാണല്ലോ നടിമാരുടെ പൊക്കളും വയറും ഒക്കെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അലീന ചേച്ചിയുടെ കെട്ടിയവൻ ഒരു ബിസിനസ്സുകാരനാണെന്ന്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അമ്മയാണ് ചേച്ചിക്ക് കൂട്ടുകിടക്കാൻ പോകാറുള്ളത്. അങ്ങനെ വൈകിട്ട് കുറച്ച് നേരത്തെ പോകുന്ന ദിവസങ്ങളിൽ ഞാനും അമ്മയോടൊപ്പം പോയി അവിടെ പോയി TV കാണാറുണ്ട്. അതിൽ കണ്ട സീനുകളൊക്കെ ഓർത്താണ് തൽക്കാലത്തെ ആവശ്യം നടത്താറുള്ളത്. അലീന ചേച്ചിയെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ ഒരു 30 വയസ്സുള്ള നല്ല വെളുത്ത ഒരു സുന്ദരി, പൂച്ചക്കണ്ണും നുണക്കൊഴിയുമുള്ള ഒരു സുന്ദരി ചേച്ചി. 34-36 സൈസുള്ള മുന്നഴകാണ് ചേച്ചിക്കുള്ളത്. അമ്മയുടെ കൂടെ പോകുന്ന ദിവസങ്ങളിൽ 9 മണിയൊക്കെ ആകുമ്പോൾ അമ്മ എന്നെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞുവിടും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസമാണ് എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ദിവസം വന്നെത്തിയത്. അലീന ചേച്ചിയുടെ കെട്ടിയോൻ പതിവ് പോലെ ബിസിനസ് ആവശ്യത്തിനായി ബാംഗ്ലൂർ പോയി. അന്നാവട്ടെ എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പനിയും. അതുകൊണ്ട് കൂട്ടുകിടക്കാൻ പറ്റില്ലായിരുന്നു. ഇത് ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എന്നെ പറഞ്ഞു വിടാൻ. എനിക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെയായിപ്പോയി. അങ്ങനെ ഞാൻ അലീന ചേച്ചിയുടെ വീട്ടിലെത്തി. വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി കുളിക്കാൻ പോയി. വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ കുളിക്കാൻ പോകാൻ ചേച്ചിക്ക് പേടിയാണ്. അതുകൊണ്ട് അമ്മ വരുമ്പോഴാണ് ചേച്ചി കൂടുതലായും കുളിക്കാൻ പോകാറുള്ളത്. ചേച്ചി കുളിക്കാൻ പോയപ്പോൾ ഞാൻ TV ഓണാക്കി പതിവ് പോലെ പാട്ട് ചാനൽ വെച്ച് സീനൊക്കെ കണ്ടിരുന്നു. അപ്പോഴാണ് ചേച്ചി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു നനവുള്ള വെള്ള ടവൽ എടുത്തുകൊണ്ട് ബാത്റൂമിൽ നിന്നിറങ്ങി എന്റെ മുന്നിലൂടെ പോയത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാഴ്ച. നനഞ്ഞ ടവൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം നന്നായി തെളിഞ്ഞു കാണാമായിരുന്നു. ആ മുന്നഴകും പിന്നെ എല്ലാം നല്ല വ്യക്തമായിരുന്നു. അതൊന്ന് അഴിഞ്ഞു വീണിരുന്നെങ്കിലെന്ന് ഞാൻ വല്ലാതെ മനസ്സിലാഗ്രഹിച്ചു. ആഗ്രഹിച്ചിട്ട് കഥയില്ലല്ലോ, അതിനും കൂടി തോന്നണ്ടേ അഴിഞ്ഞു വീഴാൻ. ചേച്ചി നേരെ റൂമിൽ പോയി ഒരു നൈറ്റിയൊക്കെ എടുത്തിട്ട് എൻ്റെ അടുത്ത് സോഫയിൽ വന്നിരുന്നു. TV കാണാൻ എനിക്കൊരു കമ്പനി തന്നു. എന്നിട്ട് എന്നോട് ഓരോ കൊച്ചുമർത്താനമൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ഞാൻ അത് കണ്ടത്. ചേച്ചിയുടെ മുന്നഴകിന്റെ കുഴിയൊക്കെ നന്നായി കാണാമായിരുന്നു. ചേച്ചി കാണാതെ ഞാൻ ഒളികണ്ണിട്ട് അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ചേച്ചി എന്നോട് ചോദിച്ചു, നീ എന്താടാ എപ്പോഴും പാട്ട് ചാനൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത്? അത് പിന്നെ ചേച്ചി, പാട്ട് ചാനൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊള്ളാം, നീ എപ്പോഴും ഈ ചാനൽ വെച്ച് മാത്രമേ കാണാറുള്ളല്ലോ. അതും പെൺപിള്ളാരെല്ലാം വയറും പിന്നെ വൈശാലിയെല്ലാം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന തരത്തിലുള്ള ഈ സൈസ് പാട്ടുകളാണല്ലോടാ നീ കൂടുതലും കാണുന്നത്. അത് ചേച്ചി, എനിക്ക് നല്ല നല്ല പാട്ടുകൾ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണുന്നത് എന്ന് ഞാൻ വിക്കി പറഞ്ഞു. നീ വിക്കിയൊന്നും വേണ്ട. ഈ പ്രായത്തിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായി അറിയാം. മോൻ കണ്ടോ ഞാൻ പോയേ ചപ്പാത്തിയും ചിക്കനും എടുത്തു വെക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം ചേച്ചി പറഞ്ഞു. എന്റെ മനസ്സിലിരിപ്പ് ചേച്ചി മനസ്സിലാക്കിയെന്നുള്ളതിന്റെ ചമ്മൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചു. അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടും ചേച്ചി എന്നോട് ചാനൽ മാറ്റാനോ നിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ച് എന്നോട് ദേഷ്യപ്പെടാനൊന്നും വന്നില്ല. ഇനി ചേച്ചി എൻ്റെ അടുത്ത് നിന്നും എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ?
എന്നുപോലും എന്റെ മനസ്സിൽ തോന്നിപ്പോയി. കാരണം കെട്ടിയോനില്ലാത്ത ദിവസം കൂടിയാണല്ലോ. അതും സുന്ദരിയായി തിളച്ചു നിൽക്കുന്ന ചേച്ചിക്ക് അത് ആഗ്രഹിക്കാമല്ലോ. അതിനും സാധ്യതയുണ്ട് എന്നെന്റെ മനസ്സ് പറഞ്ഞു. ആഹാരം എടുത്തു വെച്ചിട്ട് ചേച്ചി വന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു, എടാ, ഞാനിന്ന് ഇവിടെ ചെറുതായിട്ടൊന്ന് വീണ്. അയ്യോ, വീണോ? എന്നിട്ട് എന്തു പറ്റി ചേച്ചി? ഒന്നും പറ്റിയില്ല, നടുവ് ചെറുതായിട്ടൊന്ന് ഉളുക്കി, ചെറിയ വേദനയുണ്ട്. നിന്റെ അമ്മ വന്നാൽ തിരുമിക്കാമെന്നോർത്താണ് ഞാൻ ഇരുന്നത്. പക്ഷേ നിനക്ക് തിരുമാനൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എനിക്കൊന്ന് ചൂട് പിടിച്ചു തരണം. അതിനെന്താ ചേച്ചി, ഞാൻ പിടിച്ചു തരാമല്ലോ. എന്റെ മനസ്സിലാണെങ്കിൽ ഒന്നൊന്നര ലഡു ഒരുമിച്ച് പൊട്ടി. വെള്ളം തിളപ്പിച്ച് അത് ബെഡ്റൂമിൽ ചേച്ചി തന്നെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ TV ഓഫ് ചെയ്തേച്ച് അങ്ങോട്ട് വാടാ. ഞാൻ TV ഓഫാക്കി മുറിയിലെത്തി. ചേച്ചി പറഞ്ഞു, ഞാൻ ഡ്രസ്സെല്ലാം അഴിക്കാം, എന്റെ നടുവിൽ നന്നായി ചൂട് പിടിച്ചു തരണം കേട്ടോ, പൊള്ളിക്കരുത്, നിനക്കറിയാമല്ലോ. എനിക്കറിയാം, ചേച്ചി കിടന്നു, ഞാൻ ചൂട് പിടിച്ചു തരാം എന്ന് പറഞ്ഞു. ചേച്ചി ഭിത്തിയുടെ നേരെ തിരിഞ്ഞു കിടന്നു. എന്നിട്ട് തോളിൽ നിന്ന് നൈറ്റ് ചെറുതായി താഴ്ത്തി. എന്നിട്ട് ചേച്ചി കമിഴ്ന്നു കിടന്നു. ഞാൻ പതിയെ തോർത്ത് ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞെടുത്ത് നടുവിന് ചൂട് പിടിച്ചു കൊടുത്തു. പതുക്കെ പൊള്ളുന്നു. കുഴപ്പമില്ല ചേച്ചി, ചെറുതായിട്ട് പൊള്ളണം, എങ്കിലേ വേദന പെട്ടെന്ന് മാറൂ, ഞാൻ പറഞ്ഞു. ചേച്ചി പിന്നൊന്നും മിണ്ടിയില്ല. ഞാൻ വീണ്ടും വീണ്ടും തോർത്തു മുക്കി ചൂട് കൊടുത്തുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കെന്റെ സർവ്വ നിയന്ത്രണവും വിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചൂട് കൊടുത്ത് അവിടെ എന്തൊക്കെയാ നടന്നതെന്ന് പറയാൻ പറ്റില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. ഇതിൽ കൂടുതലൊന്നും പറയാനുള്ള അനുവാദമില്ലെന്ന് അറിയാമല്ലോ.